ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈസൂർ പാലസ് കാണാനാണ് കേട്ടോ. വെക്കേഷൻ ടൈമിൽ മൈസൂർ പാലസ് കാണാൻ വന്ന ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. കാരണം ഈ ടിക്കറ്റ് ക്യൂ കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ. അവസാനം എങ്ങനെയൊക്കെയോ ടിക്കറ്റ് എടുത്ത് പാലസിനകത്ത് കേറിയപ്പോൾ ഞാൻ കണ്ടത് കുറെ കാല് കുറെ തല. എനിക്ക് ഒന്നും കാണാൻ പറ്റിയതേയില്ല. പിന്നെ കുറെ പേര് ഈ തിക്കിലും തിരക്കിൽ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ഞാൻ അതിന്റെ പിന്നാലെ ഓടുന്നു. ഒന്നും പറയണ്ട. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പാലസുകളിൽ ഒന്നാണ് കേട്ടോ മൈസൂർ പാലസ്. മൈസൂറിന്റെ ഹൃദയം എന്ന് തന്നെ പറയാം ഈ പാലസ്. മൈസൂർ പാലസിനെ അംബവിലാസ് പാലസ് എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. വാഡിയാർ ഡൈനസ്റ്റിയാണ് ഈ പാലസ് ബിൽഡ് ചെയ്തത്. ആദ്യം ഈ പാലസ് വുഡിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. പക്ഷേ 1897 ഒരു ഫയർ ആക്സിഡന്റ് നടക്കുകയും അതിനുശേഷം പാലസിന്റെ പല ഭാഗങ്ങളും കത്തി നശിക്കുകയും ചെയ്തു. പിന്നീട് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെർണി ഇർവിൻ പാലസ് ഡിസൈൻ ചെയ്യുകയും 1912 പാലസിന്റെ പണി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. മൈസൂർ പാലസ് ആർക്കിടെക്ചർ കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ഇൻഡോ സരസനിക് ഡിസൈനിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്ന്. അതായത് ഹിന്ദു, മുഗൾ, രാജ്പുത്, ഗോത്തിക് അങ്ങനെ എല്ലാ സ്റ്റൈലും മിക്സ് ചെയ്ത ഒരു ഡിസൈൻ തന്നെയാണ് ഈ പാലസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ പാലസിന്റെ ഭംഗി എടുത്ത് വെക്കുന്ന രീതിയിൽ ഗ്രേ ഗ്രാനൈറ്റ് സ്ട്രക്ചർ, പിങ്ക് മാർബിൾ ഡോം, കൂടാതെ സെൻട്രൽ ടവർ ഉണ്ടല്ലോ, അതൊരു 145 ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അകത്ത് കയറിയാലോ നമ്മളൊരു രാജകീയ ഫീലിലോട്ടാണ് കേട്ടോ പോകുന്നത്. അതിൽ ദർബാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് അത്ര രാജാവ് ജനങ്ങളെ മീറ്റ് ചെയ്തിരുന്നത്. സത്യം പറഞ്ഞ ആ ഒരു പ്ലേസ് ഒക്കെ കണ്ടാൽ നമ്മളൊരു ദേവസേനയൊക്കെ ആയിന്നൊക്കെ തോന്നിപ്പോകും. രാജകീയമാണ് ആ സ്ഥലങ്ങളൊക്കെ. പിന്നെ പറയാനുള്ളത് കല്യാണ മണ്ഡപ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഗ്ലാസ് സീലിംഗ്, കളർഫുൾ ടൈൽസ് ഒക്കെ കൂടി വേറെ തന്നെ ഒരു ലോകത്തേക്കാണ് നമ്മൾ അവിടുന്ന് പോവുക. കൂടാതെ വാൾ പെയിന്റിംഗ്, കാർവിങ്സ് എല്ലാം ഒരു റോയൽ വൈബിൽ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. രാത്രിയിലാണ് ഈ പാലസിന്റെ റിയൽ ലുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം 1 ലക്ഷോളം ലൈറ്റാണ് ഇവർ രാത്രി ഓൺ ചെയ്യുന്നത്. ഇത് എല്ലാ ദിവസവും ഇല്ല കേട്ടോ. ദസറ ടൈമിലും സൺഡേ മാത്രമാണുള്ളത്. ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ലൈറ്റിംഗ് കാണാൻ പറ്റി. മൈസൂർ ദസറ ടൈമില് ഈ ഒരു പ്ലേസും പാലസൊക്കെ വേറെ തന്നെ ഒരു വൈബിലായിരിക്കും. ഇവിടെ പലതരം കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുന്നതാണ്. മൊത്തം മൈസൂർ സിറ്റി ആഘോഷിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ദസറ. പാലസിനകൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം അവിടെ ഫ്ലവർ ഷോ ഉണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. പൂക്കൾ കൊണ്ട് പലതും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബുക്ക്, മയില്, ചില മനുഷ്യന്. നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെ ഒരു ഫ്ലവർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൈസൂർ പാലസ് ഒരു ബിൽഡിംഗ് മാത്രമല്ല, ഇതൊരു സ്റ്റോറിയാണ്, ഒരു ഹെറിറ്റേജ് ആണ്. ഇന്ത്യയുടെ റോയൽ പാസ്റ്റ് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടിയാണ്. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.